ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗോവിന്ദനെയാണ് കാണിക്കുന്നത്. ഗോവിന്ദ് രഞ്ജുവിനെ ചേർത്ത് പിടിച്ചിരിക്കുക. ഈ സമയമാണെങ്കിൽ ഗീതുവിന് വല്ലാത്തൊരു സങ്കടം. ഈശ്വര, അമ്മയെ കണ്ണേട്ടൻ അറക്കലിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാമെന്ന് പറയുന്നു. പക്ഷേ അനാർക്കലിയുടെ മകളാണ് രഞ്ജു എന്നുള്ള സത്യം കണ്ണേട്ടൻ അറിഞ്ഞ അമ്മയോട് ഇപ്പോൾ കാണിക്കുന്ന ഈ സ്നേഹമൊന്നും ഉണ്ടാവില്ലല്ലോ ഈശ്വര. എല്ലാം നഷ്ടപ്പെട്ട് അമ്മയെ വെറുത്തു തള്ളും. അതിനു മുമ്പ് സത്യങ്ങളൊക്കെ കണ്ണേട്ടൻ അറിയാതിരിക്കാൻ എന്താ ഒരു വഴി? എന്താ ചെയ്യുക? എന്തെങ്കിലും ചെയ്തേ മതിയാവൂ, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ എല്ലാം കയ്യിൽ നിന്ന് പോകും. കുഞ്ഞെ, നമ്മുടെ വിധിയാണോ ഇത്? ഇനി എൻ്റെ ഈ അവസ്ഥ ഇത് തന്നെയായിരിക്കുമോ? കണ്ണേട്ടനെ ഇത്രയൊക്കെ അമ്മയെ സ്നേഹിച്ചിട്ടും കുടുംബത്തെ സ്നേഹിച്ചിട്ടും കണ്ണേട്ടനോടൊന്നും തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ എനിക്ക്. അതുപോലെ തന്നെയാണ് അമ്മയുടെ കാര്യം. അമ്മയുടെ ഭർത്താവിനെയും അമ്മയുടെ കുടുംബത്തെയും അമ്മ ഒരുപാട് സ്നേഹിച്ചു. അവസാനം അമ്മയ്ക്ക് കിട്ടിയതോ വെളിയിലേക്കുള്ള പോക്കും അനാഥയായിട്ട് ജീവിക്കലും. എന്തൊരു കഷ്ടമാണ്. ഇതേ അവസ്ഥ തന്നെ നമുക്ക് വരുമോ മോളെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വയറ്റിലിരിക്കുന്ന കുഞ്ഞിനോടും തൻ്റെ സങ്കടങ്ങളൊക്കെ ചോദിക്കുക ഗീതു. ഈ സമയമാണെങ്കിൽ ഗീതു കരയുക. ഇല്ല, ഒരിക്കലുമില്ല, അമ്മയുടെ അവസ്ഥ വരാൻ ഒരിക്കലും ഞാൻ അനുവദിക്കില്ല. എൻ്റെ കുഞ്ഞിന് ഒരിക്കലും എൻ്റെ അമ്മയുടെ അവസ്ഥ വരരുത്. അപ്പോൾ ഗോവിന്ദ് വരിക. പിന്നെ കൂടെ ഗീതു, എന്താ കണ്ണേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു കണ്ണ് തുടക്കുക. ഗീതു, ഞാൻ അമ്മയെ സ്നേഹിച്ചത് കണ്ടിട്ടും ഞാൻ അമ്മയെ അറക്കലിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നെന്ന് പറഞ്ഞിട്ടൊന്നും നിൻ്റെ മുഖത്തൊരു സന്തോഷവും ഞാൻ കണ്ടില്ലല്ലോ. അമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ രഞ്ജുവിൻ്റെ കൂടെ ചേർന്ന് രഞ്ജുവിൻ്റെ അച്ഛൻ ആരാണെന്നുള്ള കാര്യവും അന്വേഷിക്കുമെന്നും പിന്നെ അമ്മയെ ഉറപ്പായിട്ടും അങ്ങോട്ട് അറക്കലിലേക്ക് കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞിട്ട് നിൻ്റെ മുഖത്ത് എന്തോ ഒരു സന്തോഷമില്ലാത്തത്? അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നിനക്ക് പേടിയാ. അമ്മയെ അറക്കലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ സത്യദാസ് പ്രശ്നം ഉണ്ടാക്കുമെന്നുള്ള പേടി അല്ലേ ഗീതു? അത് കേട്ടതും അതേ കണ്ണേട്ടാ, അത് തന്നെ എൻ്റെ പേടി. എന്നാ നീ പേടിക്കണ്ട മോളെ. നീ കണ്ടോ, അമ്മയെ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ സത്യദാസ് രഞ്ജുവിൻ്റെ അച്ഛനല്ല എന്നുള്ള വിവരം പറഞ്ഞ് ഞാൻ അത് കണ്ടുപിടിച്ച് അയാളെ അവിടെ നിന്നും അടിച്ച് തുരത്തിയിരിക്കും. എന്താ പോരെ? അത് കേട്ടതും ഗീതുവിൻ്റെ മുഖത്ത് ഒരു സന്തോഷവും ഇല്ല, ഒരു ഞെട്ടലും ഇല്ല. അപ്പോൾ നമ്മുടെ ഗോവിന്ദ്, എന്താ ഗീതു, അമ്മ ഓപ്പറേഷന് കൊണ്ടുപോകുന്നതിന് മുമ്പ് നിന്നോട് മാത്രമായിട്ട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? പറഞ്ഞിരുന്നു കണ്ണേട്ടാ. എന്താ പറഞ്ഞത്? അത് പിന്നെ പറ ഗീതു, എന്താ അമ്മ പറഞ്ഞത്? അത് സത്യദാസ് അമ്മയുടെ ഭർത്താവാണെന്നും പിന്നെ അച്ഛൻ്റെ കൊലപാതകത്തിൽ അയാൾക്ക് പങ്കുണ്ടെന്നും അറിഞ്ഞതുകൊണ്ടാണ് അയാളെ മാറ്റി നിർത്തിയതെന്നൊക്കെയാണ് അമ്മ എന്നോട് പറഞ്ഞത്. ഇല്ല, പച്ചക്കള്ളമാണ് നീ പറയുന്നത്. ഇത് ഞാൻ വിശ്വസിക്കില്ല. എൻ്റെ അമ്മ കള്ളം പറഞ്ഞതാ. ഒരിക്കലും എൻ്റെ അമ്മയ്ക്ക് ഒരു ചതി പറ്റില്ല. മനുഷ്യർക്ക് ചതി പറ്റും, എന്നാൽ ദൈവങ്ങൾക്ക് ചതി പറ്റില്ല. ദൈവങ്ങൾ ഒരിക്കലും എൻ്റെ അമ്മയെ ആ ചതിക്കുഴി തള്ളിയിടില്ല. എൻ്റെ അമ്മ ഒരിക്കലും ഒരു വിഡ്ഢിത്തം കാണിക്കില്ല ഗീതു. അതിലെനിക്ക് 100% ഉറപ്പുണ്ട്. സത്യദാസ് അമ്മയുടെ ഭർത്താവല്ല, ഇത് ഞാൻ തെളിയിച്ചിരിക്കും. രഞ്ജുവിൻ്റെ അച്ഛനും അല്ല, ഇതും ഞാൻ തെളിയിച്ചിരിക്കും. ഞാൻ അന്വേഷിച്ച് പോകും സത്യദാസ് ആരാണെന്നും രഞ്ജുവിൻ്റെ അച്ഛൻ ആരാണെന്നും അന്വേഷിച്ച്. അത് കേട്ടതും ഗീതു, ഈശ്വര, അങ്ങനെ എങ്ങാനും കണ്ണേട്ടം പോയ രഞ്ജു അനാർക്കലിയുടെ മകളാണെന്ന് സത്യദാസ് വിളിച്ചു പറയും. അങ്ങനെ വിളിച്ചു പറഞ്ഞാൽ പ്രശ്നമാവും. രഞ്ജുവിൻ്റെ അച്ഛൻ ആരാണെന്ന് അന്വേഷിച്ചറിയാൽ ഉറപ്പായിട്ടും സത്യദാസ് എല്ലാം വിളിച്ചു പറഞ്ഞ് കണ്ണേട്ടനെല്ലാം അറിയും. ഈശ്വര, അങ്ങനെയൊന്നും സംഭവിക്കരുത്. അതിനെ തടഞ്ഞേ മതിയാവും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇപ്പം അമ്മയോടുള്ള ഈ സ്നേഹം കണ്ണേട്ടന് ഇല്ലാതാകും. എന്താ ഒരു വഴി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാധികയും ഭാസ്കരനെയും വരുണിനെയുമാണ്. അവരെല്ലാവരും ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. എന്നാലും എൻ്റെ വരുൺ, നീ എന്തറിഞ്ഞിട്ടാടാ ഇത്രയും ദൂരം ഈ കാറും കൊണ്ട് വന്നത്? എടാ, കാറും എടുത്ത് ഓടിച്ചോണ്ട് വരുമ്പോൾ വരുന്ന വഴിയെങ്കിലും നിനക്ക് പെട്രോൾ അടിക്കായിരുന്നല്ലോ. എനിക്കറിയോ പെട്രോൾ തീർന്നു പോകുന്നു. എടാ മരമണ്ട, വരുന്ന വഴി പെട്രോൾ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടെങ്കിലും വേണ്ടടാ നീ വണ്ടി എടുത്തോണ്ട് വരാൻ. എൻ്റെ ഈശ്വര, ഞാൻ അറിഞ്ഞില്ല പെട്രോൾ തീർന്നു പോകുന്നു. എൻ്റെ വരുൺ, നീ രാധികയോട് ചൂടായിട്ട് കാര്യമില്ല. പെട്രോൾ കരുതേണ്ടത് നിൻ്റെ ഉത്തരവാദിത്വമായിരുന്നു. ഇതിപ്പോൾ എല്ലാവരെയും ഈ നടുകാട്ടിൽ എന്തിനും ഒറ്റപ്പെടുത്തിയത്? നീ ഒറ്റരുത്തം കാരണമല്ലേ എല്ലാവരും ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുറ്റപ്പെടുത്തുക. നമുക്കിങ്ങനെ തർക്കിക്കാതെ പെട്രോൾ എവിടെന്നേലും കിട്ടുമോ നോക്കാം, വാച്ചാ എന്നും പറഞ്ഞ് ആ അച്ഛനെയും വിളിച്ചുകൊണ്ട് നമ്മുടെ രാധികയുടെ ഒപ്പം നടക്കുമ്പോൾ തമിഴൻ അങ്ങോട്ട് വരിക. ചേട്ടാ, ഇവിടെ പെട്രോൾ പമ്പ് എവിടെയുള്ളത്? 4 കിലോമീറ്റർ അപ്പുറമുള്ള പെട്രോൾ പമ്പ് വേണോ? 30 കിലോമീറ്റർ ഇപ്പുറയുള്ള പെട്രോൾ പമ്പ് വേണോ? 5 കിലോമീറ്റർ ഉള്ളതെടുത്ത് വേണോ? 3 കിലോമീറ്റർ ഉള്ളടത്ത് വേണോ? ഏതെങ്കിലും ഒന്ന് പറ. ഏതെങ്കിലും പെട്രോൾ പമ്പ് കിട്ടിയാൽ മതി. എന്നാൽ ഏറ്റവും അടുത്തുള്ളത് 30 കിലോമീറ്റർ പോയാൽ മതി. 30 കിലോമീറ്ററോ എന്നും വരുൺ രാധികയും ഒരേ സ്വരത്തിൽ ചോദിക്കുക. അത് കഴിഞ്ഞിട്ട് 4 കിലോമീറ്റർ ഉള്ളതുണ്ട്. அது நிறைய கஷ்டம். அதில் போகிறதுக்கு ரோடெல்லாம் முள்ளாக இருக்கும்.
എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ അയ്യോ ചേട്ടാ ഞങ്ങൾ 4 കിലോമീറ്ററുള്ള പമ്പിലേക്ക് തന്നെ പോയിക്കോളാം, എന്തായാലും ചേട്ടൻ വഴിയൊന്നും പറഞ്ഞ് കഷ്ടപ്പെടണ്ട, രാധികയും ഭാസ്കരനോട് നടക്കുക. എന്നാലും ഇവൻ ചെയ്തത് ഒരു മണ്ടത്തരമായിപ്പോയി. ഇത്തിരി പെട്രോളെങ്കിലും വണ്ടി കരുതായിരുന്നു. ഇതിപ്പോൾ ആകെ മൊത്തത്തിൽ കാട്ടിലൂടെ ചുറ്റിക്കറങ്ങേണ്ട അവസ്ഥയാ. വഴി പോലും അറിയാത്ത കാട്ടിൽ ഇനി എവിടേക്ക് പോകും എൻ്റെ ഈശ്വര. അമ്മേ ഇതൊന്നും എൻ്റെ തെറ്റല്ല. ഈ നാട്ടിൽ പെട്രോൾ പമ്പ് ഇല്ലാതെ വെച്ചത് ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ തെറ്റാ. ഇത്രയും ദൂരം വന്നിട്ടും ഒരു പെട്രോൾ പമ്പ് ഇല്ലയെന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഭരണകൂടം ശരിയല്ലമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുൺ ഇങ്ങനെ ഓരോന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവമേ നേരം രാത്രിയായി, ഇനി നമ്മൾ എങ്ങോട്ട് പോകും, എവിടെ പോകുമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഈശ്വരന്മാരെ, എനിക്കാണെങ്കിൽ ടെൻഷനായിട്ട് പാടില്ല, എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല, ആകെ മൊത്തം പേടിയായിട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടും ആലോചിച്ചുകൊണ്ടും രാധിക ഇങ്ങനെ നടക്കുക. ഈ സമയമാണെങ്കിൽ എന്നാലും ഗീതു മരിച്ചു എന്ന് കരുതി എന്ത് സന്തോഷത്തോടെയാണ് നമ്മൾ വന്നത്. ഗീതു ആണെങ്കിൽ ചത്തുമില്ല, നമ്മുടെ വണ്ടിയിൽ പെട്രോൾ തീരുകയും ചെയ്തു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നടക്കുമ്പോൾ അവിടെ കൊട്ടും പാട്ടും ലൈറ്റൊക്കെ കാണുക. ദേ ഏതോ സർക്കസുകാരാണെന്ന് തോന്നുന്നു. വാ വാ നമുക്ക് സിഗ്നൽ കിട്ടി, ഇനി നമുക്ക് അങ്ങോട്ട് പോവാം, അവിടെ ചെന്നെങ്കിൽ ഈ രാത്രി കഴിച്ചു കൂട്ടാം വാ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ അങ്ങോട്ട് ചെല്ലുക. ഈ സമയം അവിടെ ചെന്ന് നിന്നതും നമ്മുടെ വരുണും ഭാസ്കരനും പിന്നെ അവിടെ രാധികയും ഞെട്ടി. കാരണം അവിടെ നിന്നത് ഗീതുവിനെ പോലെ മറ്റൊരു ഗീതു. അത് കണ്ടതും ദേ ചത്ത ഗീതു എങ്ങനെ ഇവിടെ? അതിന് ഗീതു ചത്തില്ലല്ലോ എന്നും ഭാസ്കരൻ. അത് ശരിയാണല്ലോ, പക്ഷെ എന്നാലും അവളെങ്ങനെ ഇവിടെ എത്തി കാട്ടുവാസിയായിട്ട്? എനിക്ക് തോന്നുന്നു ഇതവൾ വേഷം മാറി വന്നിരിക്കുക. ചിലപ്പോഴേ ഗുണ്ടകളുടെ ആക്രമണത്തിൽ അവളുടെ പൈസയൊക്കെ നഷ്ടപ്പെട്ട് കാണും എന്നൊക്കെ പറയണം. അങ്ങനെ ഒരു പാട്ട് സീനാണ് കേട്ടോ കാണിക്കുന്നത്. മാർഗഴിയെ മല്ലികയെ എന്ന് പറഞ്ഞൊരു പാട്ട് സീനിട്ടാ. ആ പാട്ടിൽ ഗീതു നന്നായിട്ട് ഡാൻസ് കളിക്കുക. ഡാൻസ് കളിച്ച് ഭയങ്കര സന്തോഷത്തോടെ തുള്ളിച്ചാടിക ഡാൻസ് കളിക്കുക. ഈ സമയം ഗീതുവിൻ്റെ അമ്മയായിട്ട് വന്നിരിക്കുന്ന പെണ്ണ് പൈസയൊക്കെ പിരിക്കുക. ദേ ഗീതു ബക്കറ്റ് പിരിവൊക്കെ നടത്തുന്നുണ്ട്. ഇത്രയും ചീപ്പാണോ ഗീതു? എൻ്റെ അമ്മേ, ചിലപ്പോൾ അവളുടെ കയ്യിലിരിക്കുന്ന കാശ് മുഴുവനും പോയി കാണും, അതുകൊണ്ടാണ് അവൾ ബക്കറ്റ് പിരിവ് നടത്തുന്നത്. ഇങ്ങനെ ഡാൻസ് കളിച്ച് പൈസ കിട്ടിക്കഴിഞ്ഞാൽ അത് മോഷ്ടിച്ചു എന്നുള്ള പേരൊന്നും ആവില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു. എന്തായാലും ഗീതു പണി കിട്ടി. അമ്മേ, പിന്നെ ഗീതു ഇവിടെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഏതെങ്കിലും പരിസരത്ത് ദേ ഉറപ്പായിട്ടും ഗോവിന്ദേട്ടനുണ്ടാവും. തവള ഉള്ളിടത്ത് പാമ്പ് വരുമെന്ന് പറഞ്ഞതുപോലെ. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചേ മതിയാവും. ഗോവിന്ദേട്ടനെങ്ങനെ നമ്മളെ കണ്ട പണി കിട്ടും. അതെ, അത് ശരിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബക്കറ്റ് പിരിവ് നടത്തുന്നവർ അവരുടെ അടുത്തെത്തി. അപ്പോൾ ഭാസ്കരൻ 1000 രൂപ എടുത്ത് അതിലിട്ട് കൊടുക്കുക. 1000 രൂപ ഇട്ട് കൊടുത്തതും നമ്മുടെ ഭാസ്കരനെ നോക്കി അവർ ചിരിക്കുക. നன்றി സാർ, ரொம்ப നன்றി എന്നും അവർ പറയണം. അത് കേട്ടതും അല്ല അന്ത ഡാൻസ് കളിക്കുന്ന ആ പെൺകുട്ടി ആരാ? എൻ്റെ മകളാ സാർ, മാർഗഴിയോ? അതെ സാർ, നല്ല ഡാൻസ് പണുവാ, നല്ല ഡാൻസ് ആടും, എന്നിട്ട് നല്ല കാശ് സമ്പാദിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഡാൻസ് കളിക്കുക. അപ്പോൾ വരുൺ അച്ഛനെന്തിനാ 1000 രൂപ കൊടുത്തത്? എടാ എന്നാലല്ലേ കാര്യങ്ങൾ അറിയാൻ പറ്റും എന്നും പറയാം. അതെ, അച്ഛന് കണ്ണ് കാണാത്തതുകൊണ്ട് കൂടിപ്പോയതാ, തന്നെ അതിങ്ങ് തന്നെ എന്നും പറഞ്ഞുകൊണ്ട് വരുൺ ആ പൈസ തട്ടിപ്പറിച്ചിട്ട് അതിലേക്ക് 200 രൂപ ഇട്ട് കൊടുക്കുക. ഇത് കണ്ടതും ഗീതു ഇങ്ങനെ ഇടങ്ങണ്ണിട്ട് നോക്കുവാണ് അവരെയൊക്കെ. ഈ സമയം ഡാൻസ് കളിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ മാർഗഴിയും പിന്നെ മാർഗഴിയുടെ അമ്മയൊക്കെ അങ്ങോട്ട് പോവുക. മാർഗഴിയുടെ അമ്മയും പോയി കഴിയുന്നതും എല്ലാവരും നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഒരാൾ അയ്യോ എൻ്റെ പേഴ്സ് കാണുന്നില്ല എന്നും പറയുകയാണ്. അത് കേട്ടതും എല്ലാവരും ശരീരമൊക്കെ നോക്കുക. ദൈവമേ, എൻ്റെ മാല കാണുന്നില്ല, എൻ്റെ കമ്മൽ കാണുന്നില്ല, എൻ്റെ വള, എൻ്റെ മൂക്കുത്തി ഒന്നും കാണുന്നില്ലല്ലോ, ഇതൊക്കെ എവിടെ പോയി? ഈശ്വര, സ്വർണ്ണാഭരണങ്ങളൊന്നുമില്ല, പേഴ്സും വളകളുമില്ല. അത് കണ്ടതും വരുണും രാധികയും പിന്നെ ഭാസ്കരനും തൻ്റെ കഴുത്തിലും കയ്യിലൊക്കെ ഉണ്ടോ നോക്കുക. അവരുടെയൊക്കെ ശരീരത്തിലെല്ലാം അങ്ങനെ തന്നെയുണ്ട്. പേഴ്സിനും 5 ലക്ഷം രൂപയ്ക്കും ഒരു കേടും പറ്റിയിട്ടില്ല. അപ്പോൾ അവർക്ക് പേടിയായി. അപ്പോൾ വരുൺ നോക്കിയപ്പോൾ മാർഗഴിയുടെ അമ്മയും കൂടെ അങ്ങോട്ട് ഓടുന്നത് വരുൺ കാണുക. അമ്മേ, ദേ നോക്കിയേ, പണം മോഷ്ടിച്ചതേ മാർഗഴിയാ, ദേ നോക്ക്, അവരോടി രക്ഷപ്പെടുന്നത് ഞാൻ കണ്ടു, വാ വാ നമുക്ക് പോവാം എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ട് അവരുടെ പിന്നാലെ ചെല്ലുക. ഈ സമയം മാർഗഴിയുടെ അമ്മയും കൂടെ നോക്കുകയാണ്. നമ്മളെ ആർക്കും സന്ദേഹമില്ലേ, എന്തായാലും എനിക്ക് സന്തോഷമായിടിച്ച്. അമ്മ, ഇന്നത്തെ നമ്മുടെ പൈസ എത്രയാ നോക്ക്, എണ്ണ കളക്ഷൻ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു പറയുമ്പോഴത്തേക്കും ദേ വരുന്നു അനാർക്കലിയുടെ ചിരി കണ്ട് അവർ രണ്ടുപേരും ഞെട്ടി. ഞാൻ കണ്ടു, നിങ്ങൾ മോഷണം നടത്തുന്നതൊക്കെ ഞാൻ കണ്ടു എന്നും പറഞ്ഞ് അനാർക്കലി ചിരിക്കുക. അപ്പം നമ്മുടെ ഗീതു തെലുങ്കിൽ എന്തൊക്കെയോ പറയുക. അത് കേട്ടതും അനാർക്കലി വായം പൊളിച്ച് നിൽക്കുക. ഇവളെന്ത് പണ്ടാരായി പറയുന്നേ എന്നും. അപ്പോഴേക്കും രാധികയും ഭാസ്കരനും വരുണും അങ്ങോട്ടെത്തി. ഞങ്ങളും കണ്ടു,
നിങ്ങൾ മോഷണം നടത്തിയിട്ട് ഓടി രക്ഷപ്പെടുന്നത്? അതെ, നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നും അവർ ചോദിക്കുക. അത് കേട്ടതും ഞങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് പറയാം. എന്തായാലും ദേ ഞങ്ങൾക്ക് നിങ്ങളെ കൊണ്ടൊരാവശ്യമുണ്ട്. അപ്പോൾ വരുണിനോട് ഭാസ്കരൻ, മോനെ ഇവളെ ഗീതുവായി എന്തെങ്കിലും ചെയ്താലോ? അത് കേട്ടതും എന്ത് ചെയ്യാൻ, നമുക്കൊരു കാര്യം ചെയ്യാം, ഇവളെ കൂട്ടിക്കൊണ്ടുപോയി നിർത്തി ഗീതുവാണെന്ന് പറഞ്ഞ് ഗീതുവിൻ്റെ സൈൻ ചെയ്യിച്ചാലേ ബാങ്കിലുള്ളവർ നമുക്ക് ഇഷ്ടത്തിന് കാശ് തരും. അങ്ങനെ കാശ് മുഴുവൻ തട്ടിയെടുക്കാം. എടാ, അതിനേക്കാളും നല്ലത് ഇവൾ ഗീതുവാണെന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി ഗോവിന്ദനെ കൊന്നിട്ട് ഗീതുവാണ് കൊന്നതെന്ന് ആ പഴി ഗീതു ഇവളുടെ തലയിൽ ഇട്ടാൽ പോരെ? അത് ശരിയാണല്ലോ. എന്നാൽ പിന്നെ നമുക്ക് ചെല്ലാം, എന്നിട്ട് ഗീതുവിനെയും കൂട്ടി നമുക്ക് അവളെയും കൊല്ലാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക. അല്ല, എന്താ കുസുകുസുക്കുന്നേ? അതെ, എനിക്കിവർ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നും ഗീതു തെലുങ്കിൽ പറയുക. അത് കേട്ടതും അതെ, നിന്നെ കൊണ്ട് ഞങ്ങൾക്കൊരാവശ്യമുണ്ട്, അത് നീ സാധിച്ചു തരുന്നാൽ നിനക്ക് ഞാൻ പൈസ തരാം എന്ന് പറയുമ്പോഴത്തേക്കും ഗീതു എന്തൊക്കെ ഇവർ പറയുന്നത്, എന്താ വേണ്ടത് എന്ന് തെലുങ്കിൽ ചോദിക്കുക. അത് കേട്ടതും നമ്മുടെ വരുൺ ഇവളെന്ത് തേങ്ങ ഈ പറയുന്നേ എന്നും ചോദിക്കണം. ഇവളെന്ത് തേങ്ങ പറയുന്നതെന്ന് ഞങ്ങൾക്കൊരു മാങ്ങ അറിയില്ല എന്നും ഭാസ്കരൻ. അയ്യോ, നിങ്ങളുടെ ഒരു കൊടുക്ക തമാശ അങ്ങ് വിട്ടുകളാ. അതെ, ഞങ്ങൾ പറയുന്ന സീരിയലിൽ അഭിനയിച്ച നിനക്ക് ലക്ഷങ്ങൾ തരും. എത്ര ലക്ഷം തരും എന്നും മാർഗഴിയുടെ ചോദ്യം. അത് കേട്ടതും നമ്മുടെ വരുണാണെങ്കിൽ അപ്പം നിനക്ക് മലയാളം അറിയാം, മലയാളമൊക്കെ കുറച്ച് അറിയാം എന്നും ഗീതു. ഇത് കേട്ടതും വരുൺ, അതെ, നിനക്ക് ഞങ്ങൾ ഡെയിലി ഒരു 10,000 രൂപ തരാം. 10,000 രൂപയെ നിൻ്റെ അച്ഛനും കൊണ്ട് കൊടു, എനിക്കെങ്ങും വേണ്ട എന്നും ഗീതു. അത് കേട്ടതും വരുണാണെങ്കിൽ അപ്പം എന്ത് ചെയ്യും? അതെ, തുടക്കക്കാർക്ക് പോലും സീരിയലിൽ 10,000 രൂപയില്ല എന്നും പറയണം. അത് കേട്ടത് ആര് പറഞ്ഞു ഞാൻ തുടക്കക്കാരിയാണെന്നും? ഞാനേ നന്നായിട്ട് അഭിനയിക്കും. ഗീതുവിൻ്റെ അതേ വളിച്ച തമാശ എന്നും രാധിക. അത് കേട്ടതും നമ്മുടെ മാർഗഴി ഇങ്ങനെ നോക്കുമോ ഇടങ്ങണിട്ട് രാധികയെ. ദേ, എനിക്ക് കാശ് കിട്ടാതെ ഞാൻ ചെയ്യില്ല. ശരി, നീ ഞങ്ങൾ പറയുന്ന കാര്യം ചെയ്താൽ നിനക്ക് എത്ര രൂപ വേണമെന്ന് പറ. എനിക്ക് ഒരു 25,000 രൂപ ഒരു ദിവസം വേണം. 25,000 രൂപയെ? അതെ, 25,000 രൂപ. വേണ്ട മോളെ, 25,000 രൂപ കുറഞ്ഞു പോയി. എന്നാൽ പിന്നെ എനിക്ക് 50,000 താ. എൻ്റെ രാധികയെ വായടച്ചൊന്നും മിണ്ടാതിരിക്കേ. ദേ, 25,000 തന്നെ ഓക്കെ. എന്നാലേ എനിക്ക് 1,00,000 രൂപ അഡ്വാൻസ് വേണം എന്നും ഗീതു. അത് മാർഗഴി അത് കേട്ടത് ഭാസ്കരൻ ആലോചിക്കോ, ഇപ്പോൾ 1,00,000 രൂപ വേണോ? അപ്പോൾ വരണം. അതെ, 1,00,000 രൂപ വേണമെങ്കിൽ തരാൻ പറ്റില്ല, എന്നെ അഭിനയിക്കാൻ എൻ്റെ പട്ടി വരും എന്നും മാർഗഴി. അത് കേട്ടതും ഭാസ്കര 1,00,000 രൂപ അങ്ങ് കൊടുത്തേരെ എന്നും അനാർക്കലി. അത് കേട്ടതും ഭാസ്കരൻ 1,00,000 രൂപ എടുത്ത് ഗീതുവിൻ്റെ കൈ കൊടുക്കുക. മാർഗഴിയുടെ കൈ കൊടുക്കുക. മാർഗഴി അത് കണ്ടതും ആ ബാങ്കിലുള്ള പൈസ മുഴുവനും മാർഗഴിയുടെ കണ്ണിലേക്ക് ഇങ്ങനെ ആകർഷിച്ചു. പൈസ ലക്ഷങ്ങൾ എന്നും ആലോചിച്ചുകൊണ്ട് മാർഗഴി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ ഡീൽ ഓക്കെ അല്ലേ? ഓക്കെ, എന്നാൽ പിന്നെ നമ്മൾ എങ്ങനെ തിരിച്ച് വീട്ടിലെത്തും? അതിനെന്തിനാ പേടിക്കുന്നേ? നമുക്ക് അനാർക്കലിയുടെ വണ്ടിയിൽ പോയി പെട്രോൾ മേടിച്ചുകൊണ്ട് വന്ന് നമ്മുടെ വണ്ടി എടുക്കാമല്ലോ. അത് ശരിയാണ്. എന്തായാലും എല്ലാവരും നമ്മൾ തമ്മിലൊക്കെ ഫ്രണ്ട്സായ സ്ഥിതിക്ക് എല്ലാവരും ഈ ജ്യൂസ് കുടിച്ചേ എന്നും പറയാം. ഇത് ഇവിടുത്തെ പഴങ്ങൾ വെച്ച് ഉണ്ടാക്കിയ ജ്യൂസാണ്. അപ്പോൾ നമ്മുടെ രാധികയ്ക്ക് ഭയങ്കര സന്തോഷമായി. അല്ലെങ്കിൽ തന്നെ കുടൽ കത്തിയിരുന്ന വിശപ്പാണേ. പക്ഷേ ആ ജ്യൂസിനകത്ത് വലിയ ട്വിസ്റ്റ് ഉണ്ടെന്നറിയാതെയാ അവരൊക്കെ അത് ആർത്തിയോടെ കുടിക്കുന്നത്. അപ്പോൾ വരും. എന്തായാലും നന്നായി മാർഗഴിയുടെ അമ്മേ, എനിക്ക് സന്തോഷമായി. വിശന്നിരിക്കുമ്പോഴാണ് നിങ്ങൾ ഈ ജ്യൂസ് തന്നത്. ഒരു ഗ്ലാസ് ഒന്നും പോരാ, എനിക്ക് 2-3 ഗ്ലാസ് വേണം. അതിനെന്താ, ഇഷ്ടം പോലെ കുടിച്ചോ എന്നും അവർ പറയാം. അത് കേട്ടതും ഗീതു ഇടങ്ങണിട്ട് അവർ നോക്കാങ്ങണ എല്ലാവരും കപാന്ന് ആ ജ്യൂസ് അങ്ങ് വാരി കുടിക്കുക. ഇങ്ങനെ നന്നായിട്ട് കുടിക്കുക. കുടിച്ചു കഴിഞ്ഞതും നമ്മുടെ വരുണാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ രാധയ്ക്കും അനാർക്കലിക്കും ഒക്കെ ജ്യൂസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭാസ്കരനും എല്ലാവരും ജ്യൂസൊക്കെ കുടിച്ചു കഴിഞ്ഞ് ഗീതു അവരെ നോക്കി ഇങ്ങനെ ഒരു കണ്ണടച്ച് കാണിക്കുക. ഈ സമയം ഗീതുവിൻ്റെ നോട്ടം വീണ്ടും ആ ബാഗിലേക്ക് പോയി. ലക്ഷങ്ങളുടെ നോട്ട് ആ ബാഗിലിരിക്കുന്നത് ഗീതുവിൻ്റെ കണ്ണിൽപ്പെട്ടു. മാർഗഴി അത് നോക്കി ഇങ്ങനെ ഇരിക്കുക. അതെ, ജ്യൂസൊക്കെ കുടിച്ചു. ഇനി നമുക്കൊരു കാര്യം ചെയ്താലോ? ഈ മാർഗം ഇല്ലാത്തവളെ കൊണ്ട് എങ്ങോട്ടെങ്കിലും പോകാമല്ലോ. അതെ, മാർഗം ഇല്ലാത്തവളല്ല, എൻ്റെ പേര് മാർഗഴി എന്നാ. രണ്ടും ഒന്നാണല്ലോ. എന്താ പറഞ്ഞേ? അതെ, നിന്നെ ഞാൻ അയ്യോ വേണ്ട, അടിക്കരുത്, ഞാനൊരു തമാശ പറഞ്ഞതാ. ശരി, നമുക്ക് എങ്ങോട്ടേലും പോയി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം, വാ എന്നും പറയാം. പോകാലോ, ഞാനിനി പുതിയൊരാളാണല്ലേ.
അതെ ഇനി മുതൽ നീ പുതിയൊരാൾ എന്നും പറഞ്ഞുകൊണ്ട് വരുൺ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗീതു ഓരോന്നാലോചിച്ചുകൊണ്ട് നോക്കി നിൽക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. അതേ പ്രേക്ഷകരെ, മാർഗഴിയായിട്ട് വന്നത് ഗീതുവാണോ അല്ലെങ്കിൽ ഏതെങ്കിലും കാട്ടുവാസി പെണ്ണാണോ? നമ്മുടെ പറക്കന്തളിക മൂവിയിൽ നിത്യദാസ് പറയുന്നത് പോലെ ആ ഭാഷ തന്നെയാണ് കേട്ടോ ഇവിടെ ഗീതുവും സംസാരിച്ചത്. അങ്ങനെ സംസാരിച്ച സ്ഥിതിക്ക് ഇനി ഗീതു തന്നെയാണോ എന്ന് പലർക്കും സംശയം തോന്നുമെങ്കിലും അത് ഗീതുവല്ല, മറ്റൊരാളാണ്. ഇനി വരുണിൻ്റെയും രാധികാമ്മയുടെയും പണം മുഴുവനും തട്ടിയെടുത്ത് ആഭരണങ്ങളെല്ലാം തട്ടിയെടുത്ത് അവരെങ്ങോട്ടായിരിക്കും കടന്നു കളയുന്നതെന്ന് അറിയാൻ തീർച്ചയായിട്ടും കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു